ഹലോ ഗൈസ്, ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചതാണ്. മുട്ട പുഴുങ്ങിയിട്ട് ഇതിപ്പോൾ മുട്ട റെഡിയായി. ഇനി നമുക്ക് മുട്ടയ്ക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. പിന്നെ മുട്ടപ്പത്തിന് വേണ്ടിയുള്ള മസാല ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി നന്നായി റോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ളി നല്ലപ്പോൾ കാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കി റെഡിയായിട്ടുണ്ട് മസാല. ഇനി അടുത്ത പണി. പിന്നെ അടുത്തതായി വത്തക്ക ജ്യൂസിന് വേണ്ടിയുള്ള വത്തക്കയാണ്. വത്തക്ക മുറിച്ച് ജഗ്ഗിലേക്ക് ഇടുകയാണ്. എന്നിട്ട് തരി സ്ലൈസാക്കി ചെറുതാക്കിയാണ് മുറിച്ചിട്ട് കുത്തി ചെറുതാക്കിയാണ്. ഇനി നമുക്ക് ജ്യൂസിലേക്കുള്ള വത്തക്കയാണ് വേണ്ടത്. അതിലേക്ക് ജ്യൂസിലേക്കുള്ള വത്തക്ക എടുത്ത് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ്. എന്നിട്ട് ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. എന്നിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം നേരത്തെ ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന കാഴ്ചയാണ്. ജഗ്ഗിലേക്ക് ജ്യൂസാക്കിയത് ഒഴിച്ച് നോക്കുകയാണ്. പിന്നെ അടുത്തതായി കായ്യപ്പം ചുടുകയാണ്. അതിന് വേണ്ടിയുള്ള മാവ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാവ് ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കായ് മുറിച്ചിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ്. ഇനി നമ്മൾ പാത്രം എടുത്ത് എണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് എണ്ണ ചൂടായിട്ടാകുമ്പോൾ നേരെ കായ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എണ്ണയിൽ കടന്ന് മുരിയുകയാണ് കേട്ടോ. ഇതാ എണ്ണയിൽ കടന്ന് മുരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി. ഇനി നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട 2 ഭാഗമാക്കി അതിലേക്ക് നേരത്തെ ആക്കി വെച്ച മസാല ഇതാക്കി പൊരിക്കുകയാണ് കേട്ടോ. ഇതാ എണ്ണയിലിട്ട് വേകുന്നുണ്ട്. അതിനുശേഷം മറിച്ചിട്ടതിന് ശേഷം റെഡിയായ കാഴ്ചയാണ്. എല്ലാം അങ്ങനെ പകർത്താൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് റെഡി ആയിട്ടുണ്ട്. മുട്ട അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് നോമ്പ് തുറയിലേക്ക് പോകാം.